ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതുമേ സദാ. ഓം സം സരസ്വതി നമഃ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അടുത്ത ഒരാഴ്ചത്തെ 27 നക്ഷത്രക്കാരുടെ ഫലമാണ്, വാരഫലമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലമാണ് പറയുന്നത്. 2026 ഓഗസ്റ്റ് മാസം 23-ാം തീയതി മുതൽ 29-ാം തീയതി വരെയുള്ള അത്രയും ദിവസത്തെ ഫലമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. എൻ്റെ ആസ്ട്രോളജി ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ജീവിത പ്രശ്നങ്ങൾക്ക് കവടി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ഫെസിലിറ്റി ഉള്ളതാണ്. ഡയറക്റ്റ് ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷന് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് വാരഫലത്തിലേക്ക് കടക്കാം. വാരഫലത്തിൽ ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ ഭാഗ്യ തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഗജാനനം ഭൂതഗണാതി സേവിതം കവിത്ത ജംഭൂഫല സാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. പ്രത്യേകിച്ച് ഇന്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഗണപതി ഭഗവാനെ കുടുംബദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകേണ്ടതാണ്. ഒഫീഷ്യലി മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. നിങ്ങൾ പെൻഡിങ് വെച്ചിരിക്കുന്ന വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് തീർക്കാനുള്ള ദൈവാധീനം, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. എല്ലാ തവണയും പറയുന്ന പോലെ തന്നെയാണ് യാത്രാക്ലേശം ഇത്തവണയും കൂടി നിൽക്കാൻ സാധ്യതയേറെയാണ് മേടക്കൂർ നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ടെൻഷൻസ് കുറച്ച് കൂടി നിൽക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ബിസിനസ് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും കൂടുതലായിട്ടുള്ള ടെൻഷൻസ് കാണിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യം, അതുമായി ബ്ലോക്കായി കിടക്കുന്ന ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിലീസായി കിട്ടാനുള്ള ദൈവാധീനവും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പോകാൻ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ടും വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല സമയമാകും വരാൻ പോകുന്നത്. ആരോഗ്യ സംബന്ധമായി അങ്ങനെ ട്രീറ്റ്മെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനം, വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകൈര്യം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ക്ഷീണം, അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യത ആണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും 100% വരും എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഒരു സാധ്യത, അങ്ങനെയുള്ള ഒരു ചാൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണം, പരിചയമില്ലാത്ത ഭക്ഷണം നിയന്ത്രിക്കേണ്ടത് വളരെ നല്ലതാണ് ഈ ഒരു വാരം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ഒഫീഷ്യലി നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെ, ടോപ്പ് മാനേജ്മെന്റിനെ കൺവിൻസ് ചെയ്യാനുള്ള ദൈവാധീനം
വർക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവൽ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവൽ കാര്യങ്ങളൊക്കെ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്കും നല്ല ദൈവാധീനമുള്ള സമയമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ ഒരു തടസ്സം നേരിടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉമാമഹേശ്വര മന്ത്രങ്ങൾ ജപിക്കുക, ശിവഭഗവാനെ പാർവതി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, അതുപോലെ കുടുംബദേവിയെയും കൂടി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ നല്ല സമയമാണ്. അതുപോലെ ജോലി മാറ്റവുമായി ബന്ധപ്പെട്ട് ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു വാരം വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പാഴ്ചെലവ് ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല. പക്ഷെ പുതിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാനുള്ള ദൈവാധീനം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വളരെ നല്ല ഒരു വാരമാകും വരാൻ പോകുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകയിരം പകുതി, തിരുവാതിര നക്ഷത്രം, പുണർദം മുക്കാൽ ഭാഗം. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിയ ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പണം കടം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കൊടുക്കുന്നത് വഴി ശത്രുസ്ഥാനം ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കും. അതുകൊണ്ട് ധന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു വാരമായിട്ടാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ വാഹനം ഓടിക്കുമ്പോഴും കൂടുതൽ ശ്രദ്ധ വേണ്ടിയ ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. എന്നാൽ ഒഫീഷ്യലി നിങ്ങൾക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യം, ബ്ലോക്കായി കിടക്കുന്ന ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിലീസായി കിട്ടാൻ, അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള വാരം. പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കുന്നു, പുതിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ബിസിനസ് എക്സ്പാൻഷനും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒരു വാരം. കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ ചെറിയ വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം നിങ്ങൾ തന്നെ സോൾവ് ചെയ്ത് മുൻപോട്ട് പോകേണ്ടതാണ്. അതുപോലെ അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വരുന്ന വാരം കാണിക്കുന്നുണ്ട്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പം പാളിപ്പോകാനുള്ള സാധ്യത. വിഘ്നേശ്വര മന്ത്രം ജപിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. ഇത്രയുമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കർമ്മരംഗത്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംസാരത്തിൽ പൂർണ്ണ മിതത്വം പാലിക്കുക. പേഴ്സണൽ കാര്യങ്ങൾ, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആക്കി തന്നെ വെക്കുക. പുറത്തങ്ങനെ പറയാതെ ഇരിക്കുക. ശത്രുസ്ഥാനം കാണിക്കുന്നുണ്ട് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വീട് പണിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ വീടിന്റെ മെയിൻ്റനൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ചെറിയ കൺഫ്യൂഷൻസിനുള്ള സാധ്യത കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ അനുകൂലമായിട്ടുള്ള വാരമാണ്. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരം, പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള വാരമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് നല്ല വാരം. പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ദൈവാധീനമുണ്ട്. വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥാനം തന്നെയാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് കാര്യമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പക്ഷേ കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ വഴക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ സോൾവ് ചെയ്ത് തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം.
ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. പുതിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് നല്ല വാരം. ബ്ലോക്കായി അങ്ങനെ കിടക്കുന്ന ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിലീസായി കിട്ടാനുള്ള ദൈവാധീനമുണ്ട്. ബിസിനസ് എക്സ്പാൻഷൻ, പുതിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാം. പൊതുവെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. പക്ഷെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല സമയമാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്ന വളരെ നല്ല ഒരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും വരാൻ പോകുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒഫീഷ്യലി നിങ്ങൾക്ക് ജോലിയിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന നല്ല സമയമാണ്. പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും കൺസ്ട്രക്ഷൻ റിലേറ്റഡ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കല, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള സമയമായിട്ട് തന്നെയാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം, ഭാഗ്യ തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദമ്പതികൾക്കിടയിലുള്ള ചെറിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യതയും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പക്ഷെ ഒഫീഷ്യലി ജോലിയിൽ നിങ്ങൾക്ക് കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന നല്ലൊരു വാരമാകും വരാൻ പോകുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. പാഴ്ചെലവ് ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് പുറത്തു പോകാൻ, വിദേശത്ത് ഒക്കെ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് കാര്യമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്ന ഒരു വാരം. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുന്നവർക്കും കാര്യമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്നു. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് എക്സ്പാൻഷന് നല്ല സമയമാണ്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു വാരം ചെറിയ രീതിയിലുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ കൂടുതൽ പ്ലാനിങ്ങോടുകൂടി മുൻപോട്ട് പോകേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ട ഒരു വാരമായിട്ടാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി ചെറിയ ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അസ്ഥി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തലവേദന, ഓവറായിട്ടുള്ള ക്ഷീണം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ഭാഗ്യ സംബന്ധമായിട്ടുള്ള നല്ല ദൈവാധീനമുള്ള സമയം. അതുപോലെ തന്നെ കോൺഫിഡൻസ് ലെവൽ കൂടി നിൽക്കുന്ന നല്ല ഒരു വാരമാകും വരാൻ പോകുന്നത്. ഒഫീഷ്യലി നിങ്ങൾക്ക് പെൻഡിംഗ് ഉള്ള വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുള്ള ദൈവാധീനം ഉണ്ടാകും. ഹനുമാൻ സ്വാമിയുടെയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ സ്വാമിയുടെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരം. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും. വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് കാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും വളരെ അനുകൂല സ്ഥാനം തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധന സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ, അതുപോലെ കടം കൊടുക്കുന്നത് നിയന്ത്രിക്കുക. ഈ ഒരു വാരം നിയന്ത്രിക്കുക. ഇത്രയുമാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത
ഒരാഴ്ചത്തെ ഫലം ആരോഗ്യ സംബന്ധമായി വളരെ തൃപ്തികരമായിട്ടുള്ള വാരമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്ന വളരെ സമാധാനപരമായിട്ടുള്ള ഒരു വാരമാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ജോലിയിൽ നിങ്ങൾക്ക് ഒഫീഷ്യലി അനുകൂലമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. അത് ഗവൺമെന്റ് സെക്ടറിൽ ആണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ പോലും ഒഫീഷ്യലി നിങ്ങൾക്ക് നല്ല സമയമാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് കാര്യമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്ന നല്ലൊരു വാരം. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല വാരമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ സാധിക്കുന്ന ബിസിനസ് എക്സ്പാൻഷന് നല്ല സമയമാണ്. അതുപോലെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ശത്രു തടസ്സം മാറി നിൽക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂല സ്ഥാനം തന്നെയാണ് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല സമയമായിട്ടാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്ങോടുകൂടി മുൻപോട്ട് പോവുക. പ്രോപ്പർ ബഡ്ജറ്റിൽ മുൻപോട്ട് പോകേണ്ടതാണ്. കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. ഒഫീഷ്യലി നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോലി സംബന്ധമായി വളരെ നല്ല സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള നല്ല ദൈവാധീനമുള്ള സമയമാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രു തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ പൂർണ്ണ മിതത്വ ഭാവം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ ബിസിനസ് തീരുമാനമെടുക്കാൻ സാധിക്കുന്നു. പുതിയ ബിസിനസ് അങ്ങനെയുള്ള എക്സ്പാൻഷൻ കാര്യങ്ങൾ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ദൈവാധീനമുണ്ട്. പക്ഷെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് പ്രത്യേകം ശ്രദ്ധിക്കണം. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങിൽ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ. അതുപോലെ വിദ്യാർത്ഥികൾക്ക്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല സമയമാണ്. സരസ്വതി ദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരം. എന്നാൽ വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ചെറിയ ആശയക്കുഴപ്പം, കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായി ചെറിയ ക്ലേശം ഉണ്ടാകാനുള്ള സാധ്യത, കൂടുതലായിട്ടുള്ള യാത്രാ ക്ലേശങ്ങൾ, അതുപോലെ ക്ഷീണം കൂടി നിൽക്കാനുള്ള സാധ്യതയും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വീട് പണിയുമായി ബന്ധപ്പെട്ട് കാര്യമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്നു. അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വളരെ നല്ല സമയമാകും വരാൻ പോകുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്കും കാര്യമായ തീരുമാനം എടുക്കാൻ സാധിക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും ധനുക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. ഒഫീഷ്യലി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പെൻഡിംഗ് ഉള്ള വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനുള്ള ദൈവാധീനമുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ സാധിക്കുന്നു. നഷ്ടപ്പെട്ടുപോയ കസ്റ്റമേഴ്സിനെ തിരിച്ചു കിട്ടാനുള്ള ദൈവാധീനം കാണിക്കുന്നുണ്ട് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ശനി മന്ത്രം ജപിക്കുക. നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം, ഛായ മാർത്താണ്ഡ സംഭൂതം, തം നമാമി ശനീശ്വരം. ശനി മന്ത്രം ദിവസവും ജപിക്കുക. അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ശത്രു തടസ്സം മാറി നിൽക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് എക്സ്പാൻഷനും ബിസിനസ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും വളരെ നല്ല സമയമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥാനമാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ടും വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല തീരുമാനം എടുക്കാൻ സാധിക്കുന്ന ഒരു വാരം. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്.
അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വിവാഹ സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുക, നല്ലപോലെ പാർവതി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഓം ഗിരിജായ വിദ്മഹേ ശിവപ്രിയായ ധീമഹി തന്നോ പാർവതി പ്രചോദയാത്. പാർവതി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നതാണ്. വിഘ്നേശ്വര ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുക. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കാൻ സാധിക്കുന്നു. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും വരുന്ന വാരം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും നല്ല സമയമാണ്. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് തൃപ്തികരമായിട്ടുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് കാര്യമായ തീരുമാനമെടുക്കാം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. കുടുംബത്തെ ദമ്പതികൾക്കിടയിൽ ചെറിയ വഴക്കിനുള്ള സാധ്യത, അതായത് സൗന്ദര്യ കലഹം, വാക്ക് തർക്കങ്ങൾക്കുള്ള സാധ്യത കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്തരട്ടാതി, രേവതി നക്ഷത്രം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലിയിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. കോൺഫിഡൻസ് ലെവൽ ഒരല്പം കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട് ഒഫീഷ്യലി. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്കും ചെറിയ രീതിയിലുള്ള തടസ്സം വരുന്ന വാരം മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ദമ്പതികൾക്കിടയിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾക്കുള്ള സാധ്യതയും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. എന്നാൽ വിവാഹം ആലോചിക്കുന്നവർക്ക് കാര്യമായ തീരുമാനം ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ സാധിക്കുന്ന നല്ലൊരു വാരം. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് നല്ല വാരമായിട്ടാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാണിക്കുന്നത്. പുതിയ കസ്റ്റമേഴ്സിനെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നല്ല വാരമായിട്ടാണ് കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. അടുത്ത ഒരു വാരം മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത് ഭാഗ്യ സംബന്ധമായി ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത പൊതുവെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മി അഷ്ടകം ദിവസം 3 തവണ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. കുടുംബദേവിയെ കൂടി പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. ഇത്രയുമാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അപ്പം വാരഫലത്തിൽ 27 നക്ഷത്രക്കാരുടെ ഫലം ഇത്രയുമാണ്. എന്റെ ആസ്ട്രോളജി ചാനൽ MSB4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ എന്താണ്, അതുകൂടി ജസ്റ്റ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. തികച്ചും സൗജന്യപരമാണ്. ഇതിന് ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം ജസ്റ്റ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ റെസ്പോൺസ് കൂടി ഇടുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഒരു വാരം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.